നമ്മൾ വന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ, എനിക്ക് ഏറ്റവും സന്തോഷമുള്ള ഒരു ബുക്കിൻ്റെ കഥ പറഞ്ഞല്ലോ. നീ എന്നെ കരയിച്ചൊരു ബുക്കുണ്ട്. ആ ബുക്കിൻ്റെ പേരാണ് നിന്റെ ഓർമ്മയ്ക്ക് എന്ന് പറഞ്ഞിട്ട് MTയുടെ ബുക്ക്. ഈ ബുക്ക് മേടിക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഇൻസ്റ്റാഗ്രാമിൽ ഒരു റീല് കണ്ടിട്ടാണ് ഞാൻ ഈ ബുക്ക് മേടിച്ചത്. ഈ ബുക്കിൽ നിന്റെ ഓർമ്മയ്ക്ക് എന്ന് പറഞ്ഞിട്ട് തന്നെ ഒരു ഷോർട്ട് സ്റ്റോറി ഉണ്ട്. ആ ഷോർട്ട് സ്റ്റോറിയിലുള്ള 2 ലൈൻ, ഈ 2 ലൈൻ കേട്ടിട്ടാണ് ഞാൻ ഈ ബുക്ക് തന്നെ വാങ്ങിയത്. ആ 2 ലൈൻ എന്താണെന്ന് വെച്ചാൽ, 12 ശേഷം ഞാൻ ഇന്ന് ലീലയെക്കുറിച്ച് ഓർത്തുപോയി. പ്രിയപ്പെട്ട സഹോദരി, നാഴികകൾക്കപ്പുറത്ത് നിന്ന് ഞാൻ മംഗളം നേരുന്നു. നിന്റെ ഓർമ്മയ്ക്ക് വേണ്ടി ഞാൻ ഇത് കുറിക്കട്ടെ. ഇതാണ് ലൈന്. ഇത് കേട്ടിട്ട് ഇതെന്താ കഥ എന്നറിയാനുള്ള ക്യൂരിയോസിറ്റിക്ക് ഞാൻ ഈ ബുക്ക് മേടിച്ചു. പക്ഷേ ഈ കഥ അല്ല ഞാൻ കരയാൻ കാരണം ഓപ്പോൾ എന്ന് പറഞ്ഞിട്ടൊരു കഥ ഉണ്ട്. ഇതിൽ ലാസ്റ്റ് ഓപ്പോൾ എന്ന് പറഞ്ഞുള്ള കഥ എന്താണെന്ന് വെച്ചാൽ, അപ്പു എന്ന് പറഞ്ഞൊരു കുട്ടി, 2ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടിയാണെന്ന് വെച്ചു. ഈ കുട്ടിക്ക് വല്യമ്മയും ഈ പറയുന്ന ഓപ്പോളും മാത്രമേ ഉള്ളൂ. ഓപ്പോൾ എന്ന് പറഞ്ഞാൽ അപ്പൂന് ജീവനാ. ഓപ്പോളുടെ കല്യാണമാണ് അപ്പൂൻ്റെ എന്താ പറയുക ഗോള്. ഓപ്പോളുടെ കല്യാണം കൂടണം. ഓപ്പോളുടെ കല്യാണത്തിന് നാരങ്ങ ഒക്കെ കിട്ടും. അതൊക്കെയാണ് അപ്പൂൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത്. വല്യമ്മേനെ ആണെങ്കിൽ അപ്പൂന് തീരെ ഇഷ്ടമല്ല. കാരണം വല്യമ്മ രാവിലെ എണീറ്റ അപ്പം മുതൽ ചീത്ത അറിയാൻ തുടങ്ങും. അതുകൊണ്ട് അപ്പൂന് ഓപ്പോളിനെ തീരെ ഇഷ്ടമല്ല. അപ്പൂന് വല്യമ്മേനെ തീരെ ഇഷ്ടമല്ല. വല്യമ്മയാണെങ്കിൽ ഓപ്പോളിനെ എപ്പോഴും ചീത്ത അറിഞ്ഞുകൊണ്ടിരിക്കും. ഓപ്പോളാണെങ്കിൽ അത് കേട്ടിട്ട് എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കും. എന്നിട്ട് എന്താ പറയുക, കെട്ടിപ്പിടിക്കണോണ്ട് അപ്പൂന് കുഴപ്പമില്ല. പക്ഷെ കെട്ടിപ്പിടിച്ചിട്ട് തുരുതുരാന്ന് ഉമ്മ വെച്ചിട്ട് ആ ചൂട് കണ്ണീരൊക്കെ എൻ്റെ മേത്ത് വീഴുമ്പോൾ അപ്പൂന് അറിയാണ്ട് കണ്ണീര് വരും. അപ്പു അറിയാണ്ട് കരഞ്ഞു പോവും. അത് മാത്രം അപ്പൂന് ഇഷ്ടമല്ല. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷൻ ഉണ്ടാകുന്ന ടൈമിൽ അപ്പു അവിടെ നിന്ന് അങ്ങ് മാറിക്കും. അപ്പോൾ എന്നിട്ട് ഇങ്ങനെ ഓപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കരയുന്നത് കണ്ടിട്ട് അപ്പു ഇങ്ങനെ പറയുന്നുണ്ട്, ഈ ഓപ്പോൾക്ക് പ്രാന്ത. ഇത് ഇടയ്ക്കിടയ്ക്ക് ആ കഥയിൽ ഇങ്ങനെ വരുന്നുണ്ട്, ഈ ഓപ്പോളിന് പ്രാന്ത അങ്ങനെ പറയുന്നത്. അതെനിക്ക് ഭയങ്കര എന്താ പറയുക, ഭയങ്കര ഇന്നസെൻ്റ് ആയിട്ടുള്ളൊരു കഥയാണ് ഈ ഓപ്പോൾ എന്ന് പറയുന്നത്. ഈ എന്താ പറയുക, പെട്ടെന്ന് ഓപ്പോള് അപ്പൂനെ ഇട്ടിട്ട് പോകുമ്പോൾ അപ്പൂൻ്റെ ഒരു ഹാർട്ട് ബ്രേക്ക് ഉണ്ട്. ഓ മൈ ഗോഡ്. അത് വായിച്ചിട്ടാണ് ഞാൻ ഞാൻ എൻ്റെ ഏട്ടനെയൊക്കെ വിളിച്ചിട്ട്, എന്തങ്ങനെ ഇട്ടിട്ട് പോയി, ഒരു വാക്ക് പറഞ്ഞിട്ട് പറയുന്നു അങ്ങനെയൊക്കെ ചോദിച്ച് ഞാൻ കരഞ്ഞു. ഞാൻ എന്താ കഥ എന്ന് വെച്ചാൽ, ഞാൻ ഈ കഥ വായിക്കുന്ന ടൈമിൽ ഞാനാണ് അപ്പു. ഓക്കെ, അങ്ങനെയാണ് ഞാൻ ഈ കഥ വായിച്ചത്. അതുകൊണ്ടായിരിക്കും ആ കഥ എന്നെ ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്തു. എന്നിട്ട് ഞാൻ ഫോണൊക്കെ വിളിച്ചിട്ട് കരഞ്ഞു. അപ്പുറത്തെ റൂമിൽ ഫ്രണ്ട് ഉണ്ടായിരുന്നു, അവളുടെ അടുത്ത് പോയി കരയുക. ഇതായിരുന്നു എൻ്റെ പണി. എന്നാലും എന്തിനാണ് ഇട്ടിട്ട് പോയത്? സോറി, സ്പോയിലർ പറഞ്ഞു. ബട്ട് സ്റ്റിൽ ഇങ്ങനെ കരയായിരുന്നു ഞാൻ. എനിക്ക് ഭയങ്കര സങ്കടമായി. എന്താ പറയുക, വല്യമ്മ പറഞ്ഞു ഓപ്പോൾ എവിടെ ചോദിച്ചപ്പോൾ ഓപ്പോള് പോയി വരുമ്പോൾ അപ്പൂന് പന്ത് കൊണ്ടുവരും എന്ന് പറഞ്ഞു. അപ്പോൾ അപ്പു പറയുന്നുണ്ട്, പന്തും വേണ്ട ഒന്നും വേണ്ട, എന്നാലും എന്നെ ഇട്ടിട്ട് പോയില്ലേ എന്ന് പറഞ്ഞിട്ട് ഏതോ ഒരു കുളത്തിൻ്റെ വക്കത്തോ എങ്ങോട്ടോ പോയിട്ട് ഇങ്ങനെ ആലോചിക്കുക, പന്തിൻ്റെ കൂടെ മിഠായി കൊണ്ടുവന്നാലോ, അപ്പം എന്താവും? അപ്പോൾ എന്നാലും വേണ്ടിയില്ല, എന്നെ ഇട്ടിട്ട് പോയില്ലേ, ഇങ്ങോട്ട് കൊണ്ടുവരട്ടെ, ഞാൻ കാണിച്ചു തരാം, ഈ ഓപ്പോൾക്ക് പ്രാന്ത. അങ്ങനെ പറഞ്ഞിട്ടാണ് ഈ കഥ ഉണ്ടാവുന്നത്. എനിക്കെന്താ സങ്കടം വന്നു വെച്ചാൽ, ആ കുട്ടി എത്ര ഇന്നസെൻ്റ് ആയിരുന്നു എന്നറിയും ഈ കഥയിൽ എന്നറിയും. എനിക്ക് അതിനെ ഇട്ടിട്ട് പോകാൻ എങ്ങനെ തോന്നിയേ, അങ്ങനെയൊക്കെ തോന്നിപ്പോയി. അയ്യോ, എനിക്ക് ഭയങ്കര സങ്കടമായി. ഞാൻ ഇരുന്ന് കരഞ്ഞു ഈ കഥ വായിച്ചിട്ട്. അപ്പം അങ്ങനെ വേറെ എന്തെങ്കിലും എന്താ പറയുക വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് പറയുക. പിന്നെന്താ, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ ബൈ.